1999 കാഠ്മണ്ഡുവിൽ നിന്ന് റാഞ്ചിയ വിമാനത്തിലെ യാത്രക്കാരെ രക്ഷിക്കുവാനായി ഇന്ത്യക്ക് മോചിപ്പിക്കേണ്ടി വന്ന ഭീകരൻ മസൂദ് അസർ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നു. ഇന്ത്യ എന്തുകൊണ്ടാണ് മസൂദ് അസറിനെ ടാർഗറ്റ് ചെയ്തത്? ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനും സംഘത്തലവനുമാണ് 56-കാരനായ മസൂദ് അസർ. പാർലമെന്റ് ആക്രമണം മുതൽ പുൽവാമ ആക്രമണം വരെ ഇന്ത്യ നേരിട്ട പ്രധാന ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ഭീകരരിൽ പ്രധാനിയാണ് മസൂദ് അസർ. 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, പത്താൻകോട്ട് ഭീകരാക്രമണം, പുൽവാമ ആക്രമണം, ജമ്മു കാശ്മീർ നിയമസഭാ മന്ദിരം ആക്രമണം, ശ്രീനഗർ BSF ഭീകരാക്രമണം എന്നിവയുടെ എല്ലാം മുഖ്യ സൂത്രധാരൻ മസൂദായിരുന്നു. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ സജീവമായിരുന്ന ഭീകര സംഘടനയായ ഹർക്കത്തുൽ അൻസറിലൂടെയായിരുന്നു മസൂദിന്റെ തുടക്കം. പിന്നീട് ഇയാൾ സംഘടനാ ജനറൽ സെക്രട്ടറിയായി. കാശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് ഹർക്കത്തുളിന്റെ പിന്തുണയുണ്ടെന്ന് രഹസ്യാന്വേഷണ സംഘടനയായ CIA 98 കണ്ടെത്തിയിരുന്നു. 1994 ഫെബ്രുവരിയിൽ കാശ്മീരിലെ അനന്ത്നഗറിൽ നിന്ന് അറസ്റ്റിലായ അസർ 5 വർഷം ഇന്ത്യൻ ജയിലിലായിരുന്നു. 1999 കാണ്ഡഹാർ വിമാന റാഞ്ചലിനെ തുടർന്ന് മസൂദ് അസർ അടക്കമുള്ള 3 ഭീകരവാദികളെ ഇന്ത്യക്ക് ഉപാധിയായി മോചിപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം അൽ-ഖ്വയ്ദ തലവൻ ഉസാമ ബിൻ ലാദന്റെ സഹായിയാവുകയും പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന സ്ഥാപിക്കുകയും ചെയ്തു. പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 2001 ഇന്ത്യയുടെ ആവശ്യപ്രകാരം പാകിസ്ഥാൻ മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. ചാവേർ ആക്രമണ രീതി കാശ്മീരിൽ പരീക്ഷിച്ചത് മസൂദിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുവാൻ കാശ്മീരി യുവാക്കളെ അടക്കം മസൂദ് റിക്രൂട്ട് ചെയ്തിരുന്നു. മതപ്രഭാഷണങ്ങളിലൂടെ ഇന്ത്യ വിരുദ്ധ വികാരം ഉയർത്തുന്നതും മസൂദിന്റെ രീതിയായിരുന്നു. 2019 മെയ് 1 UN രക്ഷാസമിതി മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പൊതുപരിപാടിയിൽ സംസാരിച്ച മസൂദ് ഇന്ത്യക്കെതിരെ ആക്രമണം തുടരുമെന്നും ജമ്മു കാശ്മീരിൽ ആക്രമണം ശക്തമാക്കുമെന്നും പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഡിസംബറിൽ അസറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം അസർ ബോംബാക്രമണത്തിൽ മരിച്ചെന്ന വാദം ഉയർന്നെങ്കിലും അത് തെറ്റാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. നിലവിൽ അസർ ബെഹൽപൂരിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. വൃക്കരോഗത്തെ തുടർന്ന് റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയനാവുകയാണെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ സ്വന്തം സഹോദരനടക്കം 10 ബന്ധുക്കൾ കൊല്ലപ്പെട്ടതിൽ തനിക്ക് ഖേദമോ നിരാശയോ ഇല്ലെന്നും ആ കൂടെ താനും കൂടി ഉണ്ടാകേണ്ടതായിരുന്നു എന്നുമാണ് അസറിന്റേതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രതികരണം.